So today we can start our second module. The first topic is random variable. So before saying what is a random variable, we have to know what is a random experiment. So that is we have already discussed in the first module. So an experiment for which all possible outcomes is known in advance, but the outcome of a particular performance of the experiment cannot be predicted is called a random experiment. അതായത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പം അതിലെന്തെല്ലാം ഔട്ട്കംസ് വരാമെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, പക്ഷേ ഒരു പെർട്ടിക്കുലർ ട്രയൽ കണ്ടക്ട് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്കം എന്താവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെൻറ്റ്സിനാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. അപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ എന്തെല്ലാം ഔട്ട്കംസ് വരും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഹെഡോ ടെയിലോ ഇതിലേതെങ്കിലേ വരുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പം ഒരു കോയിൻ എടുത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ടോസ് ചെയ്യാണ്. ആ ടോസ് ചെയ്യുമ്പം ഏതാണ് ഷുവറായിട്ട് വരുന്ന ഔട്ട്കം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡൈ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡൈയിൽ അപ്പിയർ ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 to 6 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ട്രയലിൽ നമുക്കതിൽ ഏത് നമ്പറാണ് ഒക്കർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഡൈ എടുത്ത് ത്രോ ചെയ്യുമ്പം അതിൽ ഈ നമ്പർ തന്നെ വരും എന്നുള്ളതൊന്നും നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റിനാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റ് ചെയ്യുമ്പം അതിൽ വരുന്ന പോസിബിൾ ഔട്ട്കംസിനെ നമ്മളൊരു സെറ്റാക്കിയിട്ട് എഴുതും. അതിനാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സോ ആ സാമ്പിൾ സ്പേസിൻ്റെ ഒരു ഫങ്ഷൻ, എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പേഴ്സിലോട്ടുള്ള ഒരു മാപ്പിങ്ങിനാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. സോ റാൻഡം വേരിയബിൾസിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ എക്സ്, വൈ, സെഡ് ഇങ്ങനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻ്റ് എടുക്കാം. നമ്മളെപ്പോഴും എടുക്കുന്ന കോയിൻ ടോസ് എക്സ്പെരിമെൻ്റ് തന്നെ എടുക്കാം. അപ്പോൾ അതിൽ വരുന്ന സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണ്? 2 കോയിൻസ് ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന സാമ്പിൾ സ്പേസാണ് 2 ഹെഡ്സ്, 1 ഹെഡ് വരുന്ന 2 ഔട്ട്കംസ്, അതായത് ഫസ്റ്റ് ഹെഡ് വരുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഹെഡ് വരുന്ന അങ്ങനെ 2 എണ്ണം, അതുപോലെ ബോത്ത് ടെയിൽസ് വരുന്ന ഒരു ഔട്ട്കം. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് ഏതൊക്കെ വാല്യൂസ് അസ്യൂം ചെയ്യാം? നോ ഹെഡ്സ് വരാം അല്ലേ. അപ്പോൾ അവിടെ റിയൽ നമ്പർ 0 ആണ് വരിക. ഓക്കെ, അതുപോലെ 1 ഹെഡ് വരുന്ന 2 കേസസ്, അതായത് HT, TH ആ 2 കേസിലും റാൻഡം വേരിയബിൾ ഏത് വാല്യൂ ആണ് അസ്യൂം ചെയ്യുന്നത്? 1 ആണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ബോത്ത് ഹെഡ്സ് വരികയാണെങ്കിൽ 2. സോ ആക്ച്വലി നമ്മുടെ ഈ സാമ്പിൾ സ്പേസിൻ്റെ ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ എന്ന് പറയാൻ കാരണം ഇതാണ്. നമ്മൾ സാമ്പിൾ സ്പേസിൽ വരുന്നതിനെ നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഈ എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ ഹെഡ്, ടെയിൽ എന്ന് പറയുന്ന ഈ ഔട്ട്കംസിന് നമ്മൾ നമ്പർ ഓഫ് ഹെഡ്സ്, അത് നമ്പേഴ്സായിട്ട്, റിയൽ നമ്പേഴ്സായിട്ടാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫങ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഡൈ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത് സപ്പോസ് അപ്പിയറിങ് ഈവൺ നമ്പേഴ്സ് ആണെന്ന് വെക്കുക. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് ആ ഒരു റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുക? 2, 4, 6 എന്ന് പറയുന്ന ഈ നമ്പേഴ്സാണ് അവ അസൈൻ ചെയ്യുക. So that is the definition of random variable. So ഈ random variable 2 types ഉണ്ട്: discrete and continuous random variable. സോ നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഇഫ് ദ റാൻഡം വേരിയബിൾ എക്സ് അസ്യൂം countable or finite number of values, then it is called a discrete random variable. നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് കൗണ്ടബിൾ വാല്യൂസ് ആണ് അസ്യൂം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ്
റാൻഡം വേരിയബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് അപ്പിയറിങ് ഫോർ എൻ എക്സാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു റോഡ് ആക്സിഡൻറ്റ്സ് ഇൻ എ സിറ്റി അല്ലെങ്കിൽ ഇൻ എ ജംഗ്ഷൻ, നമ്പർ ഓഫ് പേഷ്യൻസ് അറൈവിങ് ഇൻ എ ക്ലിനിക്, നമ്പർ ഓഫ് customers arriving in a showroom, number of persons arriving in a bank. ഇതൊക്കെ എന്താണ്, നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൗണ്ടബിൾ വാല്യൂസ് ആണ് നമ്മൾ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. Next we can see what is a continuous random variable. So a random variable which is not ഡിസ്ക്രീറ്റ് അല്ലാത്തത്, അതായത് കൗണ്ടബിൾ വാല്യൂസ് അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് അതൊരു സ്പെസിഫിക് ഇൻ്റർവെല്ലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത, ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലെങ്കിൽ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ടി എക്സ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലുള്ള എല്ലാ വാല്യൂസും മീൻസ് കൗണ്ടബിൾ അല്ല, അതായത് പോയിൻറ്റ് സംതിങ് ഒക്കെ വരുന്ന എല്ലാ വാല്യൂസും അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നാണ് പറയുക. അപ്പോൾ അത് ടൈം ആവാം, ലൈഫ് ടൈം, സർവീസ് ടൈം, ഹൈറ്റ്, വെയ്റ്റ്. ഇപ്പോൾ ഹൈറ്റൊക്കെ നമുക്ക് ഒരിക്കലും 5 feet 4 feet 3 feet ഇത് മാത്രമുള്ള ആൾക്കാരല്ല നമുക്ക് കാണാവുന്നത്, അല്ലേ? 5.5 5.6 5.7 4.9 4.8 6 feet 6.5 feet അങ്ങനെ ഏത് കൗണ്ടബിൾ അല്ലാത്ത വാല്യൂസും അവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ടൈം, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം കൺസിഡർ ചെയ്യുക. അത് നമുക്ക് ഒരിക്കലും 1 hour 2 hour അല്ലെങ്കിൽ 5 minutes 4 minutes അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല. അവിടെ സെക്കൻഡ്സ് വരുന്നുണ്ട്, അല്ലേ? മിനിറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഈ ടൈം നമുക്ക് ഈ കണ്ടിന്യൂസിന് എക്സാമ്പിളായിട്ട് ഒരുപാട് പറയാം. ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ നമ്മൾ ബാങ്കിൽ പോയാൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം പറയാം, ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം പറയാം, ഈവൻ നമ്മൾ ബ്രഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം വരെ അതെന്താണ്, കണ്ടിന്യൂസിനായിട്ട് എക്സാമ്പിൾ പറയാം. അതുപോലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ ലൈഫ് ടൈം ഓഫ് എ ബൾബ്, ലൈഫ് ടൈം ഓഫ് എ ടെലിവിഷൻ, ലൈഫ് ടൈം ഓഫ് എ റെഫ്രിജറേറ്റർ, ലൈഫ് ടൈം ഓഫ് വാഷിംഗ് മെഷീൻ, ഇതെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസിന് എക്സാമ്പിൾ. അതുപോലെ വെയിറ്റ് kg പറയുമ്പം അവിടെ ഗ്രാമൊക്കെ വരും, അല്ലേ? 45 മാത്രമായിട്ട് വരില്ല, 45.5 അങ്ങനെയൊക്കെ പറയാമല്ലോ. സോ ഇതൊക്കെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിൾസ്. സോ എ റാൻഡം വേരിയബിൾ വിച്ച് ഇസ് നോട്ട് ഡിസ്ക്രീറ്റ് ഇസ് കോൾഡ് ആസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. Next one is a remark. Suppose there is two random variables x1 and x2 and constant c എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു റാൻഡം വേരിയബിൾ, ദാറ്റ് ഇസ് c x1 ഇസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. അതുപോലെ x1 plus x2 is also a random variable. x1 minus x2 is a random variable. അതുപോലെ തന്നെ x1 x2 രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഇസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. അതിൻ്റെ മിനിമം ഓഫ് x1 x2 ഇസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. സോ ഈ റിസൾട്ട്സ് നിങ്ങൾ ഓർത്ത് വെക്കുക, ചിലപ്പം ചില പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, next we can move on to the definition of probability distribution. Okay, എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് വളരെ സിമ്പിൾ എക്സാമ്പിൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് അഗെയിൻ വി ആർ ടേക്കിംഗ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ് ടോസിങ് ഓഫ് 2 coins. വി ആർ ടോസിങ് 2 coins. ഓക്കെ, സോ അവിടെയും റാൻഡം വേരിയബിൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണെന്ന് വെക്കുക, നമ്പർ ഓഫ് ഹെഡ്സ്. ഓക്കെ, സോ എക്സ് ക്യാൻ അസ്യൂം ദി വാല്യൂസ്. ഏതൊക്കെ വാല്യൂസ് അസ്യൂം ചെയ്യാം? ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. ഓക്കെ, സോ എക്സിന് ഏതൊക്കെ വാല്യൂസ് അസ്യൂം ചെയ്യാം? നോ ഹെഡ്സ് വരുന്നുണ്ട്, അല്ലേ? 0 ഹെഡ്സ്, 1 ഹെഡ് വരുന്ന 2 കേസ്, ദെൻ 2 ഹെഡ്സ് വരുന്ന കേസ്. ഓക്കെ, സോ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ആണിത്. ഇനി അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്താണെന്നുള്ളത് നമ്മൾ
ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു അല്ലേ. പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാറ്. ഓക്കെ, സോ 0 ഹെഡ്സ് വരുന്ന എത്ര ഫേവറബിൾ കേസ് ഉണ്ട്? ഒന്നേ ഉള്ളൂ. സോ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ് എത്ര എണ്ണം വരുന്നുണ്ട്? 4. 1/4. ഇനി 1 ഹെഡ് വരുന്ന എത്ര കേസസ് ഉണ്ട്? 2 കേസസ്. സോ 2 ഫേവറബിൾ കേസസ് ഉണ്ട്. ടോട്ടൽ ഇസ് അഗെയിൻ 4. ഇനി 2 ഹെഡ്സ് വരുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ. സോ 1 ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ 4. സോ ഇങ്ങനെ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീനെയും ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീനെയും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ അപ്പോൾ ഇവിടെ എക്സ് നോക്കാം. എക്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ വാല്യൂസ് ആണ് അല്ലേ. അപ്പം ഈ കൗണ്ടബിൾ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ഡിസ്ക്രീറ്റ് ആണെന്ന് പറയാലോ. എക്സ് ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ PMF എന്ന് പറയും, പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ. അതുപോലെ എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിനെ PMF എന്നും PDF എന്നും പറയണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഞാൻ പറയാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് P(xi) പ്രോബബിലിറ്റി ഓഫ് എക്സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സം ഓഫ് പ്രോബബിലിറ്റീസ് ഷുഡ് ബി ഈക്വൽ ടു 1. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആവണം. അതുപോലെ ഓരോ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, P(xi) നോക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെയാണ് അല്ലേ, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അതുപോലെ ഇതിൻ്റെ സം എടുക്കുക, 1/4 + 2/4 + 1/4. ന്യൂമറേറ്ററിൽ 1 + 2 + 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ 4/4 ഈസ് ഈക്വൽ ടു 1. സോ സെക്കൻഡ് കണ്ടീഷൻ ഇസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. സോ നമുക്കിതിനെ എന്ത് പറയാം? PMF ആണെന്ന് പറയാം. അതുപോലെ തന്നെ കണ്ടിന്യൂസിൻ്റെ കേസിൽ നമുക്ക് എക്സിന് ഇങ്ങനെ കൗണ്ടബിൾ വാല്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് ഒരു ഇൻ്റർവെലിൻ്റെ ബിറ്റ്വീൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സപ്പോസ് എക്സിൻ്റെ വാല്യൂസ് കണ്ടിന്യൂസിൽ സ്മോൾ എക്സിൻ്റെയും എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെയും ബിറ്റ്വീൻ ആണെന്ന് വെക്കുക, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പം ഇതിൻ്റെ PDF-നെ നമ്മൾ f(x) എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം ഈ f(x) കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇതുപോലെ തന്നെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഇസ് f(x) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ x. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡിസ്ക്രീറ്റിൽ നമ്മൾ സമ്മേഷൻ എടുത്തു. ഓക്കെ, സം എടുത്തു. അപ്പോൾ കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ ഇൻറ്റഗ്രൽ -∞ to +∞ f(x) dx is equal to 1. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ f(x)നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് കണ്ടിന്യൂസിലും ഡിസ്ക്രീറ്റിലും വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ PMF അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, സോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് അത് അസ്യൂം ചെയ്യുന്നത് കൗണ്ടബിൾ വാല്യൂസ് ആണ്. അതുകൊണ്ടാണ് അവിടെ സ്മോൾ x1 സ്മോൾ x2 എക്സെട്ര എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ xi, അതായത് റാൻഡം വേരിയബിൾ എക്സ് സ്മോൾ xi എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്യുമ്പോൾ ഉള്ള പ്രോബബിലിറ്റീനെയാണ് P(xi) എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ,
probability of capital X is equal to small xi is equal to P of xi, then P of xi is called probability mass function if it satisfies the following condition, that is probability of xi is greater than or equal to 0 for all x and summation probability of xi equal to 1, that means total probability equal to 1. So this is the definition for probability mass function. Next we can see the definition for probability density function, that is PDF. If x is a continuous random variable and if probability of x small x less than or equal to random variable x less than or equal to x plus dx is equal to f of x dx, അതായത് x continuous random variable ആണ്, xൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ PDF എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ certain conditions, that is 2 conditions. First one is f of xy should be greater than or equal to 0 for all x, and second one, integral f of x dx is equal to 1.